ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തിരുവോണത്തിനെടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അതിപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്, സമയം കിട്ടിയത്. അപ്പോൾ തിരുവോണത്തിന് നമ്മൾ നമ്മുടെ അനിയത്തിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ആഘോഷിച്ചത്. അപ്പോൾ അവിടെ തലേന്ന് വന്ന് സ്റ്റേ ചെയ്തു. പിറ്റേന്ന് തിരുവോണത്തിൻ്റെ അന്ന് തൊട്ടിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും രാവിലെ എണീറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളൊരു തിരക്കിലാണ് കേട്ടോ. ഇതാണ് കേട്ടോ അമ്മ പൂവിടാൻ വേണ്ടി ഇവിടെ ഒക്കെ തുടച്ച് വൃത്തിയാക്കുക. ഇവിടെ ചെറിയൊരു അക്കോറിയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ സായോന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് കരുതി പോയി. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് സായിന് കൊടുക്കാമെന്ന് കരുതി. സായി കുറച്ചേ കഴിച്ചുള്ളൂ. അവൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഇതവിടെ ഉള്ളത് കൊണ്ട് അവളധികം കഴിച്ചില്ല. ഗുഡ് മോർണിംഗ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം അനുവേട്ടാ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അതിനെന്താ ചേച്ചി? അയ്യോ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇപ്പം കണ്ടത് നമ്മുടെ അഭിയേട്ടൻ്റെ മൂത്തേട്ടനും ഏട്ടത്തിയമ്മയാണ് കേട്ടോ. അനുവേട്ടനും ശരണി ചേച്ചി. ഇതാ ഇവർ ഭയങ്കര കോമഡിയാണ് കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അവിടെ പോയാൽ നല്ല രസമാണ്. അനുവേട്ടന് താഴെ ഒരു ഏട്ടനും കൂടിയുണ്ട്, അരുണേട്ടനും ടിനി ചേച്ചി. അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. ഇനി കഴിച്ചോട്ടെ എന്ന് പറയുകയാണേ. അവിടെ അച്ഛൻ പായസത്തിന്റെ ഓരോ തിരക്കിലായിരുന്നു. ഞാൻ വെറുതെ തിന്നലോ വാങ്ങിയതാണേ. നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ. പിന്നെ ഏകദേശം വെയില്, ചെറിയൊരു മഴ, വെയില് അങ്ങനെയായിരുന്നു. സായോ മഴയൊക്കെ പെയ്യുന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു. നമുക്ക് പൂവിടാന് പൂവിടാൻ വേണ്ടിയുള്ള പൂവാണ് കേട്ടോ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കണം. പൂവിട് ആര് ഞാനും ശരണ ചേച്ചിയും പൂ അരിയാനും ഒക്കെ തുടങ്ങി. പൂ അരിയാണ് ഞാൻ. ശരണ ചേച്ചി മാവിൻ്റെ ഇല മിക്സിയിലിട്ടിട്ട് അടിക്കുക. അപ്പോൾ നൈസായിട്ടുള്ളൊരു ഇത് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യും. ഞാൻ സത്യം പറഞ്ഞത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത് എല്ലാവരും ചെയ്യുന്നതാണോ ഇങ്ങനെ? ഞാൻ ആദ്യമായിട്ട് കാണുക. പക്ഷേ അടിപൊളി ഫിനിഷിങ് അടിപൊളിയാണ് കേട്ടോ. അത്തിട്ട് കഴിയുമ്പം നല്ല രസമാണ്. ഇപ്പം നമ്മുടെ നന്ദു ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. അനുവേട്ടനാണ് കേട്ടോ പൂ ഇടാനുള്ള ഡിസൈനൊക്കെ സെലക്ട് ചെയ്ത് വരച്ച് സെറ്റാക്കിയത്. അളവൊക്കെ എടുത്തിരുന്ന് വരയ്ക്കുന്ന കണ്ടില്ലേ. ഇട്ട് വന്നപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്തില്ലേ കിട്ടോ? അല്ല ഇത് നമ്മൾ പൂവ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ അമ്മ പിന്നെ പറിച്ചുകൊണ്ട് വന്ന ചെമ്പരത്തി പൂവാണ് കേട്ടോ. എന്തോ ഒരു ഭംഗിയാണ് അത് കാണാൻ. അതിൻ്റെ ഒരു കളറ് കാണാൻ. ആ കളറ് കണ്ടിട്ട് എനിക്ക് വീഡിയോയിൽ അത് എത്രത്തോളം എഫക്റ്റ് ആവുന്നുണ്ട് എന്നറിയത്തില്ല. പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു. ഇതൊക്കെ എന്ത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവില്ലേ ചിലപ്പോൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ. പക്ഷേ എനിക്കത് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. ഒന്നിനും കൂടാണ്ട് വെറുതെ ഇരിക്കുന്ന സാധനം. ഫോണിലൊന്നും
അങ്ങനെ വരയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ പൂവിടാനിരുന്നു. നന്ദുവും അനുവേട്ടനും ആട്ടോ ഇടുന്നത്. എല്ലാത്തിന്റെ മേലെ കുറച്ചിട്ടാലോ? ഇനി ഇതിലെന്താ തീരുമാനിക്കും? അവിടെ ഉണ്ടേ അവിടെ കുറച്ച് പച്ച ചെയ്ത് കൊടുക്ക്. അത് രണ്ടുകൂടെ അരിഞ്ഞോണ്ടാ. എന്താ അവിടെ എന്താ അടിപൊളിയാണല്ലേ? എനിക്ക് ഫുള്ള് പച്ചയിടമാണ്. നല്ല സെറ്റ് അവിടെ അല്ലേ? നല്ല ക്ലിയർ ഉണ്ട് അവിടെ. അടുത്ത കാര്യം കയറാൻ പോവാ. ചോറ് കൊടുക്കും. കൂടി ആയില്ലേ? മൂന്നെണ്ണത്തിനും കൂടി ആയില്ലേ? മൂന്നെണ്ണത്തിനൂടി ആവുമല്ലോ. 1 4 1 2 മൂന്നെണ്ണത്തോടി മതി. 2 4 5 കൂടി പറയും. എന്തേ ഞാൻ ഇവിടെ ആളെ വെച്ചിവിടെ ക്ഷീണായിട്ടോ കൊറേ നേരം. കാലൊക്കെ നീട്ടിയിരുന്നായിട്ട് കൂടുന്ന കിട്ടിയെടുത്തെടുത്ത് വേഗം കാട്ടിട്ടോ. അങ്ങനെ നമ്മൾ ഉണക്കൊടിയൊക്കെ ഇട്ട് ഇറങ്ങി ഗൈസ്. ഉണക്കൊടിയൊക്കെ ഇട്ട് റെഡിയായി ഇറങ്ങി കേട്ടോ. നമുക്ക് ഇവിടുന്ന് വേഗം ഫുഡ് കഴിച്ചിട്ട് വേഗം ഇറങ്ങണം. എൻ്റെ വീട്ടിൽ പോകണം, വയനാട് പോകണം. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 11 മണി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ടൈം 12 മണി 12:30-ക്കുള്ളിൽ ഇറങ്ങണം എന്നാണ് കരുതുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ആയപ്പോഴത്തേക്കും റെഡിയായി നിന്നു കേട്ടോ. അച്ഛനെ നന്ദുവിനെ നമ്മൾ പൂക്കോട്ടുംപാടം ഇറക്കാം എന്നാണ് കരുതിയത്. അങ്ങനെ എൻ്റെ ക്യാമറ നോക്കി മുടിയൊക്കെ സെറ്റാക്കുന്ന അനുവേട്ടനെയാണ് ഇപ്പോൾ കാണുന്നത്. പിന്നാലെ ഏട്ടൻ സെറ്റായി ഇറങ്ങി വന്നു കേട്ടോ. സിനിമാറ്റിക് നിങ്ങളായി. എൻ്റെ ഫോണിനെ കുറ്റം പറയാണ് കേട്ടോ അനുവേട്ടൻ. എനിക്കറിയത്തില്ല, എൻ്റെ ഫോൺ ഇപ്പം എടുത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ സെറ്റിങ്സൊക്കെ ഒന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സദ്യ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഓണം സദ്യ അടിപൊളിയായിരുന്നു കേട്ടോ. സദ്യ ഏകദേശം എൻ്റെ ഒരു സ്റ്റൈൽ, എൻ്റെ വയനാട്ടിലത്തെ ഒരു സ്റ്റൈലിലായിരുന്നു ആ ഫുഡൊക്കെ ഉണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. വയനാട്ടിലെ സദ്യ കഴിച്ച ആൾക്കാരൊക്കെ ഉണ്ടോ? ഏകദേശം ഏതൊക്കെയോ കറികളൊക്കെ നമ്മുടെ വയനാട് സ്റ്റൈലായിരുന്നു. എൻ്റെ അമ്മയും അമ്മമ്മയൊക്കെ വെക്കുന്ന രീതിയായിരുന്നു കേട്ടോ. ഒരു ഹായ് പറഞ്ഞു. ഇത് രസമുണ്ടല്ലേ ചുരിദാറ്? ഇരിക്കി ഇല്ല അതിലോക്കി ചോറ്
ഇവിടെ വന്നാൽ നല്ല രസമാട്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അവിടെ അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര കാര്യമാട്ടോ. നമ്മൾ ചെല്ലുന്നതൊക്കെ ഭയങ്കര സ്നേഹം. അപ്പോൾ ഇവിടെ ഫോട്ടോസ് എടുപ്പാട്ടോ. കണ്ടോ, അനുവേട്ടനും ചേച്ചീൻ്റെയാണ് ഫോട്ടോ എടുക്കുന്നത്. നല്ല രസമല്ലേ പൂ കാണാൻ, അത്തിട്ടിങ്ങനെ കാണാൻ നല്ല രസമല്ലേ. അങ്ങനെ നമ്മൾ പോവാൻ ഇറങ്ങി നിൽക്കുക കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ പിന്നെ തിരിച്ച് പോവാം. ഏകദേശം ഒരു 12:30 ആയി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ വേറൊരു കസിൻ്റെ വീട്, മിന്നുവിൻ്റെയും കുട്ടേട്ടൻ്റെയും വീട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അവിടെയും പോകണം. അപ്പം അവിടേക്ക് പോവാൻ ഇറങ്ങി. അവിടെ എത്തി. അവിടെ കുഞ്ഞ് ഈശോട്ടനുണ്ട്. ഇതാണ് നമ്മുടെ ഈശോട്ടൻ. ഏത് എന്ത് ഒറ്റയോ ഒറ്റയോ? ഫോണിന് തരൂല, ഫോണിന് തരൂല, ഫോൺ തരാൻ പറ്റില്ല. പോവല്ലേ. അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് കുറച്ച് പായസമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതിയിട്ടോ. അപ്പം ഇത് മിന്നുവിൻ്റെ അമ്മയാണ് കേട്ടോ. കുട്ടേട്ടൻ്റെ വീഡിയോ എടുത്തത്. നിർഭാഗ്യവശാൽ അത് വീഡിയോ ഓൺ ചെയ്യാണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അത് വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് വീഡിയോ എടുത്തില്ല എന്നുള്ളത്, ഓണാക്കിയില്ലായിരുന്നു എന്നുള്ളത്. കുട്ടേട്ടനെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ നേരെ വയനാട് പോവാണ്. വയനാട് പോകുന്ന വീഡിയോസൊക്കെ ഇതിന് മുന്നേ എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.